വാവ്, ഇത് കലക്കിട്ടോ. എത്ര കളക്ഷൻ അവിടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എത്തിയത് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഡാർക്ക് ഫിൻ അക്വ ഫാമിക്കാണ്. നമ്മൾ ഏകദേശം 1.5 വർഷം മുന്നേ അവിടെ വന്നു അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അന്നത്തേക്കാൾ ഒരുപാട് മാറ്റം അവിടെ കൊണ്ട് ഒരുപാട് അപ്ഡേഷൻ വന്നു. അപ്പോൾ ബാക്കിൽ നോക്കുമ്പോൾ അന്ന് വന്നപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഈ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഒരുപാട് അപ്ഡേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ വെറൈറ്റി ഗപ്പികൾ എത്തിയിട്ടുണ്ട്. മെയിനായിട്ട് ഗപ്പികളിന് ഇവിടെ ഉള്ളു കേട്ടോ. ഇപ്പൊ എത്ര വെറൈറ്റി ഗപ്പികളുണ്ട്? ഇപ്പൊ നമുക്ക് ഒരു 70 വെറൈറ്റിയോളം നമ്മൾ ചെയ്യുന്നുണ്ട്. 70 വെറൈറ്റി ഗപ്പികൾ. സെയിലിൽ നമുക്ക് ഒരു 50+ വെറൈറ്റി എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഡാർക്ക് ഫിൻ അക്വ ഫാമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ അന്ന് വന്നപ്പോൾ അതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അന്ന് ഒരുപാട് ഫ്രിഡ്ജ് കേസ് ആയിരുന്നു. അപ്പോൾ അതിന് പകരം ഫ്രിഡ്ജ് കേസ് മൊത്തം ഒഴിവാക്കി. അപ്പോൾ അതിന് പകരം 100 ലിറ്ററോളം കൊള്ളുന്ന അടിപൊളി ബേസ്, നല്ല ക്വാളിറ്റി ബേസിനിലാണ് ഇപ്പോൾ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. നല്ല സ്റ്റാൻഡൊക്കെ അടിച്ച് നല്ല വൃത്തിയിൽ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പ്ലാസ്റ്റിക് ബേസിൻ എന്ന് പറയുന്നത്. ഒരുപാട് കാലവും നിൽക്കും, പിന്നെ വെള്ളം ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇവിടെ കാണുന്നു. ഇനി നമുക്ക് അപ്പുറത്തെ സെക്ഷനിൽ പോകാം. നമ്മൾ ഫസ്റ്റിൽ ആദ്യം നമുക്ക് പഴയ കാലത്തെ വീഡിയോയിലൊക്കെ അവിടെ നിന്നായിരുന്നു കൂടുതലുണ്ടായിരുന്നു. അവിടെ ഉണ്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ടാങ്കുകളിലൊക്കെ നമുക്ക് അവിടേക്കും. ഫ്രണ്ട്സ്, അവിടെ ഈ വീടിൻ്റെ ചുറ്റുമൊക്കെ വലിയ വലിയ ബേസിൻ, നമ്മൾ അവിടെ കണ്ട ബേസിനെയാണ് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അടിപൊളി, എവിടെ നോക്കിയാലും നമ്മളെ ഗപ്പികളെ ഒരു തരംഗം തന്നെയാണ് ഇവിടെ. അപ്പോൾ അന്ന് വന്നേക്കാൾ എത്രയോ മാറ്റം. അന്ന് വളരെ കുറച്ച് മാസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 70 വെറൈറ്റി നമ്മൾ ഇന്ത്യയിൽ പറഞ്ഞു, 70 വെറൈറ്റി ഗപ്പികൾ ഇവിടെ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഴയ സെറ്റിന് അവിടേക്ക് പോയി നോക്കാം. അപ്പോൾ അതാണ് നമ്മളെ പഴയ ഇത്. ഇവിടെ ഇപ്പോൾ മൊത്തം ഫ്രിഡ്ജ് കേസുകൾ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഒഴിവാക്കി പെർമനന്റ് ആയിട്ട് ചെയ്ത മാതിരി ഇപ്പോൾ സിമെന്റ് ടാങ്ക് ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് ഐറ്റം ഗപ്പികൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ ഫുൾ റെഡ് ഇപ്പോൾ ഇവിടെ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഫുൾ റെഡിന്റെ കളക്ഷൻ നമ്മൾ കാണിക്കാം. അത് ഫുൾ റെഡ് പറയുമ്പോൾ പറയാം. എല്ലാ ടാങ്കിലും ഒരു ഏകദേശം 4-5 ടാങ്കിലാണ് ഫുൾ റെഡ് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയാണ് നമുക്ക് ഉള്ള യജ്ഞം തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് ഗപ്പികൾ ഇവിടെ ഉണ്ട്. നമുക്ക് പരമാവധി ഒരു 50 വെറൈറ്റിയുടെ ഗപ്പികൾ നമുക്ക് എടുത്ത് നോക്കാം. ഗ്ലാസ്സിക്ക് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഭംഗിയും കാര്യങ്ങളും അതിൻ്റെ മാർക്കറ്റ് റേഞ്ചും ഒക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. അല്ല, ആദ്യം നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ തുടങ്ങാം അല്ലേ? ആദ്യം ഇവിടെ തന്നെ തുടങ്ങാം. ആദ്യം നമ്മള് വരുമ്പോൾ ഫ്രിഡ്ജ് കേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സിമെന്റിന്റെ ടാങ്ക്, നല്ല ടാങ്കുകൾ അല്ലേ? അതെ അതെ. നല്ല തിക്നെസ് ആയി ചെയ്തിട്ടുണ്ടല്ലോ. ഇത് അത്യാവശ്യം നമ്മള് ബേസിനൂടി വെക്കാൻ കണക്കൂട്ടിട്ടാണ് കുറച്ച് വീതിയിൽ ചെയ്തത്. ഇങ്ങനത്തെ സിമെന്റ് ടാങ്ക് എത്ര ഉണ്ടാക്കിയപ്പോ? ഇതുപോലുള്ള 40 ടാങ്കാണ് നമ്മൾ ചെയ്തത്. 40 ടാങ്ക്. അപ്പൊ ആദ്യത്തിനേക്കാൾ ഇപ്പൊ എന്താ മാറ്റം വന്ന് ഗപ്പികളുടെ വളർച്ച എന്തെങ്കിലും? ഇത് നമുക്ക് വാട്ടർ ചേഞ്ചിങ് കുറച്ച് സുഖമായി. അതെ. പിന്നെ ഗപ്പിക്ക് ഗ്രോത്തും കുറച്ചുകൂടി കൂടുതലുണ്ട്. അതെ. അപ്പൊ നമുക്ക് ആദ്യം ഏതാ നോക്കാൻ പോകുന്നത്? ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം നോക്കാം അല്ലെ? ആദ്യം നമുക്ക് വൈറ്റ് ഡംബോ തന്നെ തുടങ്ങാം. ഒരു സംഭവം അല്ലേ? ഇത് കറക്റ്റ് സ്റ്റേബിൾ ആയിട്ട് കിട്ടണം. ഇത് 100% സ്റ്റേബിൾ ആണ്. എല്ലാത്തിനും ഇയർ നമുക്ക് വരുന്നുണ്ട്. അതിന് ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള റേറ്റ് ആണത്. നമ്മളാണ് ഇത് ഇവിടെ ആദ്യമായിട്ട് ഇറക്കിയത്. ഇത് എന്തൊരു മാർക്കറ്റിലൊക്കെ റേഞ്ച് വരും? ഇപ്പൊ 250 ആ റേഞ്ചാണ് നമ്മള് ചെയ്യുന്നത്. അടിപൊളി സംഭവം. ഇത് കുറെ കുഞ്ഞുങ്ങളെ കിട്ടലുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല സൈസ് ആയി കഴിഞ്ഞാൽ ഒരു 50 മേലെ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. പഴയ പ്ലാറ്റിനത്തിന്റെ അതേപോലെ തന്നെ. കളറ് മാത്രം മാറ്റേണ്ടതേ, ബാക്കിയൊക്കെ ഏകദേശം പഴയ പ്ലാറ്റിനത്തിന്റെ. ഇനി നമുക്ക് ആൽബിനോ ഫുൾ റെഡ് ഫ്ലോർ ഡോർസൽ. ഫുൾ റെഡ് ഇവിടെ ഒരു കുറെ ചെയ്തിട്ടുണ്ടല്ലോ. അത് നമ്മൾ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. സിമെന്റ് ടാങ്ക് അപ്പൊ ചെയ്താ സിമെന്റ് ടാങ്ക് ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ എണ്ണ ഇടാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര എണ്ണ ഇടാൻ കഴിയൂല. ഇതിൽ നമുക്കൊരു 4-5 ടാങ്കിൽ ഫുൾ റെഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഹോൾസെയിൽ ആയിട്ട് നമ്മൾ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് ഫുൾ റെഡ്. ഫുൾ റെഡ് എപ്പോഴും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള റേറ്റ് ആണ്. അതെ. നമ്മളിപ്പോ ഗ്ലാസ്സിൽ എടുക്കാം. അത് ഗ്ലാസ്സിൽ എടുക്കുന്നത് ഇപ്പൊ കൊടുക്കാനുള്ള സൈസ് അല്ലേ? ഇതാണ് അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള സൈസ്. നല്ല റെഡ് കളർ ആയിട്ടല്ലേ? ഫ്ലവർ ഡോർസ് ഇത് മെയിലിനും ഫീമെയിലിനും ഫ്ലവർ ഡോർസിൽ വരും. ഫീമെയിലിന് നമുക്കൊരു 4 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ഡോർസിൽ വരുന്നുണ്ട്. എങ്ങനെ ഇതിന്റെ മാർക്കറ്റ് റേഞ്ച് ഒക്കെ? ഇത് 200 റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. മാർക്കറ്റ് റേഞ്ച് വരുന്നത് അല്ലേ? അതെ അതെ. പിന്നെ ഇവിടുത്തെ ടാങ്കിലും നമ്മളെ ഫുൾ റെഡ് അറിഞ്ഞിരിക്കുക. അതെ അതെ. ഫീമെയിലും മെയിലും ഒരുമിച്ചിട്ടിരിക്കുക. നമ്മള് ഫീമെയിലും മെയിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യലില്ല. കാരണം എന്താ പറഞ്ഞാല് നമ്മള് ഫീഡിലും വാട്ടർ ചേഞ്ചിലും നമ്മളൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് ഇമ്പോർട്ടഡ് ഫീഡുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ.
പിന്നെ ലൈവ് RTM നമ്മൾ എല്ലാത്തിനും ഈ ടാങ്കിലാണെങ്കിലും നമ്മൾ ഒരു നേരം എന്തായാലും ലൈവ് കൊടുക്കും. അപ്പൊ നമ്മള് അങ്ങനെ ചെയ്യുന്നോണ്ട് നമ്മള് പിന്നെ വാട്ടർ ചേഞ്ച് വീക്ക്ലി ഒരു 30% വാട്ടർ ചേഞ്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. നമ്മള് ഓരോ സെക്ഷൻ ആയിട്ട് അടുത്ത് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ആയി വരുന്ന രീതിയിൽ അത് അതിന്റെ നേരെ താഴെയുള്ള ഇതായിരിക്കും. അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? നമ്മളതിന് അത്ര ബ്രൂഡിനെ അങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബ്രൂഡിനായിട്ട് നമ്മൾ ഇതേമാതിരി 10-20 പീസ് വലിയ ടാങ്കിൽ തന്നെ നമ്മൾ ബ്രൂഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ഫുൾ റെഡിന്റെ ബ്രൂഡ് വരുന്നത്. അതെ അതെ, നമ്മള് ഇത്രയും വലിയ ടാങ്ക് ആണെങ്കിൽ പോലും ആകെ ഇത്രയും ഫീമെയിലിനെ നമ്മള് ഈ ടാങ്കിൽ ഇടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് അതാണ് നമ്മളെ ബ്രൂഡിന്റെ ഇത്രയും വലിയ ബ്രൂഡ് ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. അത് അത്യാവശ്യം സൈസ് ഉണ്ട്. ഇതിപ്പോ ഒരു 5 മാസം പ്രായ ബാച്ചാണ്. 5 മാസം പ്രായം. അതെ അതെ. ഇത് യെല്ലോ പിങ്കുവിന്റെ ഡെൽറ്റ ടൈലാണ്. അതെ അതെ, ഇത് അത്യാവശ്യം നല്ലോണം കുഞ്ഞുങ്ങളെ കിട്ടുന്ന റേറ്റ് ആണ്. പിന്നെ നല്ല ബോഡി ഗ്രോത്ത് വരും. പിന്നെ ഇനിയും നല്ലോണം ടൈല് വരാനുണ്ട്. ഇതിപ്പോ ഒരു 3 മാസം ആവണേ ഉള്ളു പ്രായം. അതെ അതെ, ഇത് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി. അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ള ഫിഷാണ്. ഇത് 150 റേഞ്ച് ആണ് വരുന്നത്. അതെ അതെ, ഇത് നമ്മളെ ഫുൾ ഗോൾഡ് വരുന്നത്. ഇത് പറഞ്ഞാൽ പഴയ ഫുൾ ഗോൾഡ് ആണ്. പുതിയ നമ്മളെ 24 ക്യാരറ്റ് ഫുൾ ഗോൾഡ് അല്ല. ആ ഫുൾ ഗോൾഡിൽ നമുക്ക് 24 ക്യാരറ്റ് ചെയ്യുന്ന ഫുൾ ഗോൾഡിൽ നമുക്ക് ബോഡിക്ക് ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് കൂടുതലും. അപ്പൊ നമ്മൾ അത് ചെയ്യുന്നില്ല. ഇതിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഗോൾഡൻ ഷെയ്ഡ് തന്നെ വരുന്നുള്ളൂ. അത്യാവശ്യം എല്ലാ ഫിഷിനും മെയിലിന് നല്ലോണം ഇയറും വരുന്നുണ്ട്. ഇത് 150 റേഞ്ച് വരുന്നത്. ഇത് ഫുൾ ഗോൾഡിന്റെ ബ്രൂഡാണ്. അതെ അതെ, ഇതിപ്പോ അതിൽ തന്നെ ഇറങ്ങി വലുതായ കുഞ്ഞുങ്ങളാണ് നമ്മള്. ഇത് നല്ല കളർ വരുന്നുണ്ട്. ഇത് ചില ഫീമെയിൽസ് നല്ല ബോഡി ഫുള്ള് കളർ കറിക്കുന്നത്. പക്ഷെ ഇത് പുതിയ ലൈൻ അല്ല, അത് പഴയ ലൈൻ തന്നെയാണ്. ഈ ഗ്രീൻ വാട്ടറും കൂടി ആയോണ്ടേ. അതെ അതെ, ഇത് ബ്ലൂ കോയി ഷോർട്ട് ബോഡി. ബ്ലൂ കോയിന്റെ ഷോർട്ട് ബോഡിയാണ്. ഇത് പുതിയ വന്ന ലൈനാണ്. ഇത് നല്ല കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ ക്യാപ് സ്റ്റെബിലിറ്റി 90ന്റെ മുകളിൽ 90-95 സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ട്. സൈഡ് വ്യൂ സ്നേക്ക് സ്കിൻ ആയിട്ട് വരുന്ന ഐറ്റ് ആണ്. മെയില് പക്കാ ഷോർട്ട് ആണ്. ഫീമെയിൽ പിന്നെ പ്രായമാവുന്നതിനനുസരിച്ച് ബോഡി കുറച്ച് ലോങ് ആയിട്ട് വരും. ഇത് 250 റേഞ്ച്. ഇത് സംഭവമാണല്ലേ നമ്മളെ. ഇത് ടോപ്പാസ് ബ്ലൂവിന്റെ സ്റ്റേബിൾ ലൈൻ ആണ്. ഇതില് റെഡ് ഇറങ്ങൂല, ബ്ലൂ മാത്രം. ലൈറ്റ് അപ്പിലൊക്കെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ബ്ലൂ കൊണ്ട് എടുത്ത് വരും അല്ലേ? ഇത് മറ്റേ ബ്ലൂവിനെക്കാളും കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലൂ. അത് കുറച്ചുകൂടി സ്കൈ ബ്ലൂ ആയിട്ടുള്ള കളറാണ് വരുന്നത്. കുറച്ചുകൂടി മറ്റേ നമ്മളെ സാധാ ടോപ്പാസ് ബ്ലൂവിന്റെ ഒരു കളർ അല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള. ഇത് 200 റേഞ്ച്. ഇത് പ്ലാറ്റിനം കോയി ഡംബോയർ വരുന്നതാ. ഇത് അത്യാവശ്യം നല്ല ബോഡി തിക്നെസ്സും നല്ല ഇയറും വരുന്ന ഐറ്റാണ്. ഇത് നമുക്കൊരു 99% വരെ ക്യാപ്പും കിട്ടുന്നുണ്ട്. ഒരു ബാച്ചിൽ തന്നെ നമുക്ക് ഏറിയാൽ 1-2 ക്യാപ്പ് ഇല്ലാണ്ട് ഇറങ്ങുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും ക്യാപ്പ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. ഇത് കാണിക്കുന്നത് ഇത് സിൽവറാഡോ HB ബ്ലൂ. അതെ അതെ, ഇത് ബോഡീന്റെ മുകളില് സിൽവറാഡോന്റെ പാറ്റേണും വരും. പിന്നെ ഹാഫ് ബ്ലൂവും വരുന്നത്. ഇത് അത്യാവശ്യം നല്ല അതെ അതെ അതെ, ഇത് അത്യാവശ്യം നല്ല ഡെൽറ്റ ടൈലായിട്ട് വരുന്ന ഐറ്റാണ്. അപ്പൊ നമ്മള് കാണിക്കുന്നത് ഒരു 2.5 മാസം റേഞ്ചിൽ പ്രായമായിട്ടേ ഉള്ളൂ. ഇത് 150 വരുന്നത്. ഇത് ഏകദേശം സ്റ്റേബിൾ ആയിട്ട്. ആദ്യം ഇത് മാർക്കറ്റിൽ വന്നപ്പോ ഇത് സ്റ്റേബിൾ അല്ലായിരുന്നു. അതില് സിൽവറാഡോ മാത്രമായിട്ടുള്ള കുറച്ച് ഐറ്റം ഇറങ്ങി. ഇപ്പൊ ഇത് സ്റ്റേബിൾ ആയിണ്. ഏകദേശം ഇത് മാത്രമേ ഇറങ്ങുള്ളൂ ഇപ്പൊ ഇതില്. ഇത് അത്യാവശ്യം പുതിയ വെറൈറ്റി ആണ് മാർക്കറ്റില്. ഇത് റെഡ് ഗാർനെറ്റ് ഡംബോയർ. അത്യാവശ്യം ഡംബോയറും വരും. പിന്നെ റെഡ് നല്ല ഭംഗിയുള്ള ടൈലും ആണ്. നല്ല ടൈല്, ലോങ് ടൈല് വരുന്നത്. അതെ അതെ അതെ.
നല്ല കളർഫുൾ ആയിട്ടുള്ളത്. ഇത് നമ്മളെ ലാവാ റെഡിന്റെ ഒക്കെ ആ ഒരു കളർ ഉണ്ടാവും. ശരി, അതിന്റെ ഒരു ടൈപ്പ് അല്ലേ? പക്ഷെ അതില് കുറച്ച് ടൈല് വ്യത്യാസം ഉണ്ട്. ഇത് 200 വരുന്ന മാർക്കറ്റ്. ഇവിടെ നമ്മളെ പഴയ ഇവിടുത്തെ അതെ അതെ, ഡ്രാഗൺ പ്രിന്റ് വരുന്നത്. മൊസൈക്ക് അല്ലല്ലോ വരുന്നത്? മൊസൈക്ക് ജില്ലി മൊസൈക്ക് ഡംബോയർ. അത് പഴയ സ്ട്രെയിൻ ആണ്. നമ്മളിപ്പോഴും ഒഴിവാക്കാണ്ട് കീപ്പ് ചെയ്ത് നല്ല ഇയർ ക്വാളിറ്റി ഉള്ള ലൈറ്റ് ആണ്. ഏകദേശം എല്ലാത്തിനും 100% ഇയർ വരുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ബോഡിയിൽ പ്ലാറ്റിനം ഫിൽ ആവുകയും ചെയ്യും. ഇത് 150 റേഞ്ച്. ഇത് എമറാൾഡ് ഗ്രീൻ എന്ന വെറൈറ്റി ആണ്. അതെ അതെ, ഇത് നല്ല വലിയ സൈസ് ആയിട്ടുള്ള അത് നമ്മളെ ബ്രൂഡിലുള്ള എടുത്താ നമുക്ക് ഏകദേശം ഇത്രയ്ക്കും സൈസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസ് കയറുന്ന റേറ്റ് ആണ്. നമുക്ക് ടൈല് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ എടുത്ത് വളർത്താൻ പറ്റിയ ഐറ്റാ. പിന്നെ നല്ലോണം കുട്ടികളെ കിട്ടും, അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉണ്ട് ഫിഷിന്. ഇത് 150 റേഞ്ച്. ഇത് ഫുൾ ബ്ലാക്ക്. ഫുൾ ബ്ലാക്ക് പറഞ്ഞാല് ലൈറ്റ് ബ്ലൂ ആയിട്ട് വരും, ബ്ലൂയിഷ് ബ്ലാക്ക് എന്നാണ് പറയാ. പക്ഷെ ഭയങ്കര അതെ അതെ, നല്ല ഡെൽറ്റ ടൈൽ ആയിട്ട് വരുന്ന ഐറ്റാണ്. ഇത് നല്ല സൈസ് വരുന്ന ഐറ്റാ. അതൊരു 4 മാസമായ പ്രായതാണ്. അതിലും പ്രായമുള്ള നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ ഇതിലും ടൈലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് 150. ഇത് ചില്ലി ഡ്രാഗൺ എന്ന വെറൈറ്റി ആണ്. ചില്ലി ഡ്രാഗൺ. അതെ അതെ, ഡാർക്ക് നൈറ്റിന്റെ അല്ല. ഡാർക്ക് നൈറ്റ് അല്ല, പക്ഷെ ഡാർക്ക് നൈറ്റിന്റെ മാതിരി തന്നെയാണ് ഏകദേശം കാണാൻ. പക്ഷെ ഇതൊരു പഴയ സ്ട്രെയിൻ ആണ്. അതെ അതെ, ഇതിപ്പോ അധികാരടുത്തും ഇല്ലാത്തൊരു സ്ട്രെയിൻ ആണ്. ഇത് 150. ഇത് ഏകദേശം ബോഡീന്റെ മുകളിൽ ആ പ്ലാറ്റിനം ഫിൽ ആവുന്ന ഐറ്റം തന്നെയാണ്. നമുക്ക് ഡാർക്ക് നൈറ്റ് പറഞ്ഞാൽ കുറച്ചൊരു ഇമ്മ്യൂണിറ്റി കുറവുള്ള ഫിഷാണ്. അപ്പൊ ഇതാകുമ്പോ നമുക്ക് അത്യാവശ്യം ബൾക്കും ചെയ്യാൻ പറ്റിയ ഫിഷാണ്. നമ്മള് ഫസ്റ്റ് ഇൻട്രോയിൽ കാണിച്ച ഇനി അവിടേക്ക് എത്തിയില്ലേ? കുറച്ചായിട്ട് ഇവിടെ ആയിരിക്കും. അതെ അതെ അതെ, അതെ അതെ. ഇതിപ്പോ ഏതാ പറഞ്ഞത്? ഇത് പ്ലാറ്റിനം ഗോയി ഷോർട്ട് ബോഡി. പ്ലാറ്റിനം ഗോയി ഷോർട്ട് ബോഡി വരുന്നത്. നമ്മൾ അതിന്റെ ഫസ്റ്റ് കാണിച്ചതിന്റെ ഷോർട്ട് ബോഡി. അതെ അതെ, ഫീമെയിലും മെയിലും ഷോർട്ട് ബോഡി ആയിട്ട് കാണിക്കാം. അതെ അതെ. ഇത് ഏകദേശം സ്റ്റേബിൾ ആണ്. ഇതും മറ്റേതിന്റെ മാതിരി തന്നെ 1-2 ഒക്കെ ക്യാപ്പ് ഇല്ലാണ്ട് ഇറങ്ങുള്ളൂ ബാച്ചില്. നല്ല ഷോർട്ട് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇത് 300 വരുന്ന മാർക്കറ്റ് റേഞ്ച്. അടുത്ത് കാണിക്കുന്നത് ഇത് സാന്റാ ഗോൾഡ് കൊയ് ഷോർട്ട് ബോഡി. ഷോർട്ട് ബോഡി. അതെ അതെ അതെ, ഇപ്പൊ മാർക്കറ്റിൽ പുതിയതായിട്ട് വന്ന റേറ്റ് ആണ്. സാന്റാ ഗോൾഡ് അല്ലേ? അതെ അതെ അതെ, ഇപ്പൊ അടുത്ത് വന്ന ഒരു നല്ല ഐറ്റത്തിലൊന്നാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ്. നമുക്കിത് അവിടെ അവൈലബിൾ അല്ലേ? അതെ അതെ അതെ, നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം. ഇതിൽ ക്യാപ്പ് ഇല്ലാണ്ട് കുറച്ചെണ്ണം ഇറങ്ങും. അത് നമുക്ക് അത് ബ്രീഡ് ചെയ്താൽ നമുക്ക് ക്യാപ്പ് ഉള്ളത് കിട്ടും. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറവായിട്ട് വരുന്നുണ്ട്. ഇത് യെല്ലോ മെഡൂസ റൗണ്ട് ടൈൽ ആയിട്ട് വരുന്ന ഐറ്റാണ്. ഇത് ഷോർട്ട് ബോഡി മെയില് ചെറുതായിരിക്കും വരിക. ഫീമെയില് വലുതാവും. റൗണ്ട് ടൈപ്പിൽ വരുന്നത്. അതെ അതെ, ഈ കളറിനെ കിട്ടുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല, അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഐറ്റം. ഇത് 150 റേഞ്ച്. ഈ കാണുന്ന ഇത് മെറ്റൽ ബ്ലൂ റോസ് ടൈല്. അതെ അതെ, ഇനിയും നല്ലോണം ടൈല് വരാനുണ്ട്. കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ നല്ല നമ്മളെ മെറ്റൽ റെഡിന്റെ അതേമാതിരി തന്നെ ഉള്ള അതിന്റെ ഒരു ബ്ലൂല് വരുന്ന ഐറ്റാണ് റോസ് ടൈല് വരുന്നത്. അതെ അതെ, അത് 300 റേഞ്ച്. നല്ല ഡിമാൻഡുള്ള ഇത് റെഡ് ഇയർ കോയിന്റെ റിബൺ ആണ് വരുന്നത്. പക്ഷെ അതെ അതെ, അതെന്ന് പറഞ്ഞാൽ ഇയർ ഇപ്പൊ വന്ന് തുടങ്ങണേ ഉള്ളൂ. അതൊരു 2.5-3 മാസം ആകുമ്പോഴത്തേക്ക് ഇയർ ഫുൾ ആവുള്ളൂ. ഇയർ ഒരു 3.5-4 മാസം ഇയർ ഫുള്ള് കയറണമെങ്കിൽ. അത്യാവശ്യം എല്ലാത്തിനും ക്യാപ്പ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള സൈസ്. 1 മാസം കൂടി കഴിയുമ്പോഴത്തേക്കാണ് അതിന് ഇയർ നല്ലോണം കയറി തുടങ്ങുക. ഇത് മെറ്റൽ ബ്ലൂ ലേസിന്റെ ഷോർട്ട് ബോഡിയാണ്. ഇത് നല്ല ഭംഗിയുള്ള റേറ്റ് ആണ്. ഇത് ലൈറ്റിലാണ് ഇതിന്റെ ഭംഗി വരുന്നത്.
ഇതില് ഒരു ചെറിയ തോതിൽ നമുക്ക് റെഡും ഇറങ്ങും. നമ്മളെ ബ്ലൂ ഗ്രാസിൽ ഇറങ്ങണ മാതിരി കുറച്ച് പീസ് റെഡ് ഇറങ്ങും. അത് കൂടുതൽ ഈ ഇപ്പൊ നമ്മള് കാണിക്കുന്ന അതെ അതെ, ഇത് പക്കാ ഷോർട്ട് ആയിട്ട് വരുന്ന ഐറ്റാണ്. ഇത് പ്ലാറ്റിനം റെഡ് ഹാഫ് മൂൺ ആയിട്ട് ടൈൽ ഹാഫ് മൂൺ ആയിട്ട് വരുന്നത്. അതെ അതെ, ലോങ് ടൈൽ അല്ല വരുന്നത്. അല്ല, ഇതിപ്പോ മാർക്കറ്റിൽ പുതിയതായിട്ട് വന്ന വെറൈറ്റി ആണ്. പ്ലാറ്റിനം റെഡിന്റെ തന്നെ കറക്റ്റ് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ കറക്റ്റ് ഹാഫ് മൂൺ ആയിട്ട് വരും. ഇത് 200 റേഞ്ച്. ഇത് ബ്ലാക്ക് ഗ്രീൻ ഡ്രാഗൺ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ബ്ലാക്ക് ഗ്രീൻ ഡ്രാഗൺ. അതെ അതെ, ഇത് അത്യാവശ്യം പ്ലാറ്റിനവും കയറും, ചെറിയ ഇയറും ഉണ്ടാവും, പിന്നെ നല്ല ബോഡി തിക്നെസ് ആയിരിക്കും. അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഐറ്റാണ് മാർക്കറ്റ്. ഇല്ല, ഇത് ഏകദേശം ഏതോ 1-2 ചെറിയ റെഡ് ഷെയ്ഡ് കാണുന്നല്ലാണ്ട് വേറെ കളർ ഇറങ്ങുന്നില്ല. ഇത് 200. ഇത് ടെക്സിഡോക്കോയിന്റെ ഗ്ലാസ് ബെല്ലിയാണ്. ഗ്ലാസ് ബെല്ലി വരുന്നതാണ്. അതെ അതെ, ഉള്ളിലേക്ക് നമുക്ക് കുട്ടികളെ കറക്റ്റ് ആയിട്ട് കാണാം. ഷോർട്ട് ബോഡിയാണ്. ടെക്സിഡോക്കോയിൽ വരുന്നത്. അതെ അതെ, മെയില് അത്യാവശ്യം മെയില് ഷോർട്ട് ആയിരിക്കും. അത് ഫീമെയിലും ചെറുപ്പത്തിൽ ഷോർട്ടാണ് ഉണ്ടാവുക, പിന്നെ വലുതാകുമ്പോ നല്ല സൈസ് ഉണ്ടാവും ഫീമെയില്. റേഞ്ച് വരുന്നത് 200 റേഞ്ച്. 200 റേഞ്ച് വരും മാർക്കറ്റിൽ. അത് ടോപ്പാസ് റെഡിന്റെ സ്റ്റേബിൾ ലൈൻ ആണ്. ടോപ്പാസ് റെഡിന്റെ സ്റ്റേബിൾ ലൈൻ. അതെ അതെ, ഇതില് റെഡ് മാത്രമേ ഇറങ്ങുള്ളൂ, ബ്ലൂ ഇറങ്ങില്ല. ഇത് നല്ല ഡെൽറ്റ ടൈൽ ആയിരിക്കും. ടോപ്പാസ് ബട്ടർഫ്ലൈ എന്നാണ് ഇതിന്റെ ശരിക്കുള്ള. അതെ അതെ, ഇത് 200 റേഞ്ച്. പിന്നെ അപ്പൊ ഈ ബേസിന് എത്ര ലിറ്ററിന്റെ ബേസിനാണ്? ഇത് 100 ലിറ്ററിന്റെ ബേസിനാണ്. അതെ, നമ്മള് വെറൈറ്റി കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്രയും ബേസിൻസ് വേണ്ടോണ്ടാണ് നമ്മളിങ്ങനെ ഫ്രിഡ്ജ് കേസ്. പിന്നെ നമുക്ക് വാട്ടർ ചേഞ്ച് ഒക്കെ ബേസിൻസ് ആകുമ്പോൾ കുറച്ചുകൂടി സുഖമാണ്, പിന്നെ കാണാനും കുറച്ചും കൂടി വൃത്തി ഉണ്ടാകാൻ പറ്റിയതിനേക്കാളും. വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. അതെ അതെ, നമ്മൾ അധികം എണ്ണ ഒന്നിലും ഇടുന്നില്ല, കാരണം ക്വാളിറ്റി നമ്മൾ ഫോക്കസ് ചെയ്യുന്നോണ്ട് അധികം എണ്ണം ഇടാറില്ല. അപ്പൊ എത്ര ബേസിനാണ് ഇപ്പൊ സെറ്റ് ആക്കിയത്? ഇങ്ങനെ ഇവിടെ നമ്മളൊരു 400 ബേസിനോളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, എത്ര ലിറ്റർ പറഞ്ഞത്? ഇത് 100 ലിറ്ററിന്റെ ബേസിൻ. 100 ലിറ്റർ ഉണ്ട്. അതെ അതെ, ബ്രൂഡും കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ തന്നെ വളർത്തുന്നു. ബ്രൂഡ് നമ്മള് ബ്രൂഡ് പുതിയ ഐറ്റംസിന്റെ ബ്രൂഡ് മാത്രമേ നമ്മൾ ഇതിൽ കീപ്പ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തൊക്കെ നമ്മള് വലിയ ടാങ്കിൽ തന്നെയാണ്, ടാങ്കിലും അല്ലാണ്ടാണ് കീപ്പ് ചെയ്യുന്നത്. അത് ടോപ്പാസ് റെഡിന്റെ സ്റ്റേബിൾ ലൈൻ ആണ്. അതെ അതെ, ഇതില് റെഡ് മാത്രമേ ഇറങ്ങുള്ളൂ, ബ്ലൂ ഇറങ്ങില്ല. ഇത് നല്ല ഡെൽറ്റ ടൈൽ ആയിരിക്കും. ടോപ്പാസ് ബട്ടർഫ്ലൈ എന്നാണ് ഇതിന്റെ ശരിക്കുള്ള. അതെ അതെ, ഇത് 200 റേഞ്ച്. ഇത് പ്ലാറ്റിനം ബ്ലൂ ഡ്രാഗൺ ഡംബോയർ. അതെ അതെ, ഇത് ഫുൾ സൈസ് ആയി കഴിഞ്ഞാൽ നല്ല ബോഡിയിൽ നല്ല പ്ലാറ്റിനം കയറും, അത്യാവശ്യം ഡംബോയറും ഉണ്ടാവും, പിന്നെ ബ്ലൂ ഡ്രാഗണും ഡ്രാഗൺ പ്രിന്റ് വരുന്നത്. എന്താ പറഞ്ഞാല് ചെറിയ തോതിൽ ബ്ലൂ ഡയമണ്ട് ഇറങ്ങും കേട്ടോ. അത് നമുക്ക് പർപ്പിളിലൊക്കെ ഇറങ്ങുന്ന മാതിരി ചെറിയ തോതിൽ. റെഡ് ഇറങ്ങുന്നില്ല, ബ്ലൂ ഡയമണ്ട് മാത്രം കുറച്ച് ഇറങ്ങും. 300 റേഞ്ച്. ഇത് ബ്ലൂ പാണ്ടന്റെ ഡംബോയർ ആണ്. അതിന്റെ റിബണ്. അതെ അതെ, അത് റിബണുള്ള ഐറ്റംസിന് 300ഉം അല്ലാത്തതിന് നോർമലിന് 150ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. റേഞ്ച്. ഇത് ബ്ലോണ്ട് യെല്ലോ മൊസൈക്ക് പറഞ്ഞ വെറൈറ്റി ആണ്. അതിന്റെ റിബൺ ആണ്. അല്ലല്ല, അത് ആൽബിനോന്റെ ഒക്കെ ബോഡി കളർ കണ്ടാൽ നമ്മൾ വിചാരിക്കും ആൽബിനോ ആണെന്ന്, പക്ഷെ ആൽബിനോ അല്ല, അത് ബ്ലാക്ക് ആണ്. പക്ഷെ നല്ല റൗണ്ട് ടൈലും നല്ല പ്രിന്റും ആണ് വരുന്നത്. അത് റിബൺ ആണെങ്കിൽ നമുക്ക് 300 റേഞ്ചും നോർമൽ ആണെങ്കിൽ 200 റേഞ്ചും. ഇത് വന്ന് പ്ലാറ്റിനം ഗോയിന്റെ ഷോർട്ട് ബോഡിന്റെ റിബൺ ആണ്. അത്യാവശ്യം നല്ല റിബൺ ഉള്ള മെയിലിനാണെങ്കിൽ നല്ല ഇയർ ഉണ്ടാവും, അതേമാതിരി നല്ല ഷോർട്ടും ആയിരിക്കും. അത് അത്യാവശ്യം ഒരു 98% ഒക്കെ എല്ലാത്തിനും ക്യാപ്പ് കിട്ടുന്നുണ്ട്. മാർക്കറ്റിൽ പുതിയതായിട്ട് വന്ന റേറ്റ് ആണ്. അവൈലബിൾ ആണ്. അതെ അതെ.
പിങ്ക് മൊസൈക്ക് ഡംബോയർ എന്ന വെറൈറ്റി ആണ്. പിങ്ക് മൊസൈക്ക്. അതെ അതെ. ഇത് നല്ല ടൈല് നല്ല റൗണ്ട് ആയിട്ട് വരുന്ന നല്ല പ്രിന്റ് വരുന്ന വെറൈറ്റി ആണ്. നമ്മളെ ചില്ലി മൊസൈക്കിന്റെ മാതിരി തന്നെ പിങ്ക് കളറിൽ വരുന്നത്. അത് ആൽബിനാണ്. അതില് ഒരു 250 റേഞ്ചിലാണ് വരുന്നത്. അത്യാവശ്യം പുതിയതായിട്ട് വരുന്ന ഐറ്റാണ് മാർക്കറ്റില്. ഇത് ജപ്പാൻ ബ്ലൂ ടൈല്. അതെ അതെ. ജപ്പാൻ ബ്ലൂ ടൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി. അത്യാവശ്യം നല്ല ടൈൽ ഗ്രോത്തും വരുന്ന ഐറ്റം ആയതുകൊണ്ട് എപ്പോഴും ആവശ്യക്കാരുള്ള റേറ്റ് ആണ്. അതെ അതെ. ഇത് 150 റേഞ്ച്. അതെ അതെ. പേര് പറയാ. ഏത് കപ്പിനാ പറയാൻ പറയാ. ഏത് കപ്പിനാ അടുത്ത്? അതാണല്ലേ. രസമുണ്ടല്ലോ കാണാൻ. അപ്പൊ മോനെ ഇതിന്റെ കാണിക്കുന്ന എന്തായിരിക്കും മാർക്കറ്റ് റേഞ്ച് ഒക്കെ എന്താ വരാ? 150 റേഞ്ച് വരുന്നത് അല്ലേ? ഇത് ബ്ലോണ്ട് കോയി ഷോർട്ട് ബോഡി. ബ്ലോണ്ട് കോയിൽ വരുന്ന ഷോർട്ട് ബോഡി വരുന്നത്. അതെ അതെ. ഷോർട്ട് ബോഡിയിൽ കുറെ വെറൈറ്റികൾ. ഷോർട്ട് ബോഡി ഇപ്പൊ അത്യാവശ്യം നല്ലോണം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ സ്റ്റേബിൾ അല്ലേ? ഇത് സ്റ്റേബിൾ ആണ്. ഏകദേശം ഒരു 2-3 എണ്ണൊക്കെ ഒരു ബാച്ചിൽ ക്യാപ്പില്ലാണ്ട് ഇറങ്ങുള്ളൂ. എന്താ റേഞ്ച് വരുന്നത്? ഇത് 200 റേഞ്ച്. ഇത് സിൽവറാഡോ റെഡ് ഡ്രാഗൺ ഡംബോയർ. റെഡ് ഡ്രാഗണിൽ സിൽവറാഡോ? അതെ അതെ. അതില് ചെറിയ ഡംബോയറും ഉണ്ടാവും. ബോഡീനുള്ള സിൽവറാഡോന്റെ ഇത് വരും. പിന്നെ റെഡ് ഡ്രാഗണിന്റെ പ്രിന്റും എല്ലാം കൂടി കൂടിയൊരു വെറൈറ്റിയാ. ഇത് 200 റേഞ്ച്. ഇത് പ്ലാറ്റിനം ഡാർക്ക് പർപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. പ്ലാറ്റിനം ഡാർക്ക് പർപ്പിൾ. അതെ അതെ. ഇത് നല്ല ബോഡി സൈസും വരും, നല്ല ടൈൽ ഗ്രോത്തും വരും. പിന്നെ ചെറുതായിട്ട് ഇയറും ഉണ്ടാവും. ബോഡി പ്ലാറ്റിനം കയറുകയും ചെയ്യും. ഇത് 200 റേഞ്ച്. ഇതിലെന്താ പറഞ്ഞാല് കുറച്ച് ബ്ലൂ ഡയമണ്ട് ഇതിൽ ഇറങ്ങുന്നുണ്ട്. ഇത് ആൽബിനോ ടക്സിഡോ ഡംബോ എന്ന വെറൈറ്റി ആണ്. അതെ അതെ. പുതിയ വെറൈറ്റി വരുന്നതാ? ഇത് അത്യാവശ്യം മുമ്പുള്ള വെറൈറ്റി തന്നെയാണ്. ഇനിയും നല്ല ഫീമെയില് നല്ല സൈസ് ആവും. മെയില് കുറച്ചും കൂടി ഒക്കെ സൈസ് വരുള്ളൂ. എന്താ റേഞ്ച് വരുന്നത്? ഇത് 150 റേഞ്ച്. ഇത് പ്ലാറ്റിനം വൈറ്റ് എന്ന വെറൈറ്റി ആണ്. അതെ അതെ. ചെറിയ സൈസാ കാണിക്കുന്നത്. അതിപ്പോ നമ്മളെ ഈ സൈസ് ആണുള്ളത്. നമ്മള് ആയി വരുന്നേ ഉള്ളൂ സൈസ്. സൈസുള്ളതൊക്കെ കഴിഞ്ഞു പോയി. അൽബിനോ വരുന്നത്? അൽബിനോ അല്ലേ? അതെ അതെ. അൽബിനോ പ്ലാറ്റിനം വൈറ്റ്. എന്തായിരിക്കും ഇതിന്റെ റേഞ്ച്? ഇത് 150. ഇത് ആൽബിനോ മെറ്റൽ റെഡ് റോസ്റ്റൈലാണ്. ഇത് നമ്മളെ മെറ്റൽ. അതെ അതെ. നല്ല ഭംഗിയുള്ള റേറ്റ് ആണ്. നല്ല ടൈലും വരും. നല്ല റോസ്റ്റൈലാണ് ഇതിന് വരുന്നത്. അൽബിനോ എന്തായിരിക്കും റേഞ്ച്? ഇത് 200. കോമൺ ആയിട്ടുള്ളത് നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗൺ ഡംബോയർ. ബിഗ് സൈസ് വരും രണ്ടും. അതെ അതെ അതെ. ഇയറും ഒക്കെ കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഐറ്റം. നമുക്ക് ഈ സൈസ് ഗ്ലാസ് കാണിക്കുന്ന സൈസ് തന്നെ കൊടുക്കാനുള്ളത്? അല്ല, നമുക്ക് ഫസ്റ്റ് റീഡിങ്ങിന്റെ സൈസ് ആണ് കൊടുക്കാനുള്ളത്. എന്തായിരിക്കും റേഞ്ച് ഇതൊക്കെ? അത് 150. അടുത്ത മോനെ കാണിക്കാനേ? പ്ലാറ്റിനം റെഡ് ഡംബോയർ. അതാണല്ലേ. അപ്പൊ എന്താ റേഞ്ച് വരെ? 150. ഇത് നല്ല രസമുള്ള. ഇത് മെറ്റൽ റെഡ് റോസ്റ്റൈല്. നേരത്തെ കാണിച്ചതിന്റെ ബ്ലാക്ക് ഐ. ഇത് കുറച്ചുകൂടി മുന്നേ വന്ന വെറൈറ്റി ആണ്. അത് കഴിഞ്ഞാലാണ് ആൽബിനോ വന്നത്. അത് നല്ല ടൈലും നല്ല ബോഡി ഗ്രോത്ത് ഉണ്ടാവും. എന്താ റേഞ്ച്? ഇത് 150. ഇത് ബോഡി പ്രിന്റ് നല്ല. ഇത് സിൽവർ റെഡ് ലേസ് പറഞ്ഞ വെറൈറ്റി ആണ്. സിൽവർ റെഡ് ലേസ്. അതെ അതെ. അത് റെഡ് ലേസിന്റെ തന്നെ പുതിയ ലൈനേജ് ആണ്. നല്ല അടിപൊളി പ്രിന്റ് വരുന്ന ലൈനേജ് ആണ്.
നല്ല ഇയർ ടൈല് നല്ല വരും. നല്ല ബോഡി ഗ്രോത്ത് ഉണ്ടാവും, നല്ല ടൈലും ഉണ്ടാവും, നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും. ഇതെന്താ റേഞ്ച് വരുന്നത്? അത് 150. ഇത് ഇലക്ട്രിക് ബ്ലൂ പറഞ്ഞ വെറൈറ്റി ആണ്. ഇത് നമ്മളെ പഴയ, അതെ അതെ, തുടക്കകാലത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആയിരുന്നു. നമ്മളിപ്പോ കാണിക്കും ചെറിയ സൈസ് ആണ്. അതെ അതെ അതെ, ഈ സൈസ് അല്ലേ കൊടുക്കാനുള്ളത്? ഈ സൈസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതൊക്കെ എന്ത് വരും? ഇത് 150 റേഞ്ച്. 150 റേഞ്ച് വരുന്നതാണ്. ഇത് ഫുൾ ബ്ലാക്ക് ഡംബോയർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. നമ്മൾ ഫുൾ ബ്ലാക്ക് ആദ്യം കാണിച്ചത് അതിന്റെ ഡംബോയർ വരുന്നത്. അത് പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഇയർ ഉണ്ടാവില്ല, എന്നാലും ചെറിയൊരു ഇയർ ഉണ്ടാവും. ഇത് പഴയ മോഡലിനല്ല അത്? ഇത് ഡംബോയർ പറഞ്ഞിട്ട് അത്യാവശ്യം പുതിയതായിട്ട് വന്നാണ് മാർക്കറ്റില്. എന്ത് റേഞ്ച് വരുന്നത്? അത് 200 റേഞ്ച് വരുന്നത്. ഇത് ടോപ്പാസ് ബ്ലൂ റിബൺ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. റിബൺ ആണ്? അതെ അതെ. റിബൺ അല്ലാത്ത കാണിച്ചു. നമ്മള് നോർമൽ കാണിച്ചത്, അത് സ്റ്റേബിൾ ആയിട്ടുള്ളതായിരുന്നു നമ്മൾ കാണിച്ചത്. ഇതില് ചെറിയ തോതിൽ റെഡ് ഇറങ്ങും. റിബൺ ആണ്. അതെ. ചെറിയ സൈസ് അപ്പോൾ കാണിക്കുന്നത്? ഇത് ഫസ്റ്റ് ബ്രീഡിങ്ങിന്റെ സൈസ് ആണ്. സൈസ് ആയതാണ്. എന്ത് റേഞ്ച് വരുന്നത്? അത് 300. ഇത് HB റെഡ് റോസിന്റെ ഷോർട്ട് ബോഡിയാണ്. HB റെഡ് റോസ്. അതെ അതെ, പഴയ കാലത്തുള്ളത്. അതിന്റെ ഷോർട്ട് ബോഡി. അതിന് നല്ല കോളിഡോർസൽ ആയിട്ട് വരികയും ചെയ്യും മേലിന്. പിന്നെ ഡംബോയർ പറഞ്ഞാല് പ്ലാറ്റിനം റെഡിനേക്കാൾ കൂടുതൽ ഇയർ വരുന്ന വെറൈറ്റി ആണ്. നല്ല ഇയർ ആയിരിക്കും ഇതിന്. എന്തായിരിക്കും റേഞ്ച്? ഇത് 300 റേഞ്ച്. ഇത് ആൽബിനോ പ്ലാറ്റിനം റെഡിന്റെ ഷോർട്ട് ബോഡിയാണ്. ഷോർട്ട് ബോഡി. അതെ അതെ, നമ്മൾ പ്ലാറ്റിനം റെഡിന്റെ തന്നെ ആൽബിനോ അതിന്റെ ഷോർട്ട് ബോഡി. പക്ഷെ എന്താ പറഞ്ഞാൽ ഭയങ്കര ഡംബോയർ ഉണ്ടാവില്ല, ചെറിയ ഇയർ ഉണ്ടാവുള്ളൂ, പക്ഷെ ഷോർട്ട് ബോഡി ആയിരിക്കും. ഇത് 200 റേഞ്ച്. ഇത് നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി ആണ്. ഇത് റെഡ് ഡ്രാഗൺ ഗ്ലാസ് ബെല്ലി ഷോർട്ട് ബോഡി. റെഡ് ഡ്രാഗൺ തന്നെ ഷോർട്ട് ബോഡി ആണ്, അതിന്റെ ഗ്ലാസ് ബെല്ലി ആണ്. അതിൽ റിബണും നോൺ റിബണും അവൈലബിൾ ആണ്. അത് അത്യാവശ്യം പുതിയ ഒരു വെറൈറ്റി ആണ്, ആരെടുത്തും അങ്ങനെ അല്ലാത്ത ഒരു വെറൈറ്റി ആണ്. ഇത് ആൽബിനോ ഫുൾ ഗോൾഡിന്റെ ഷോർട്ട് ബോഡി ആണ്. ഫുൾ ഗോൾഡിന്റെ ആൽബിനോ അതിന്റെ ഷോർട്ട് ബോഡി. അതെ അതെ, ഇത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ്, നല്ല ഡിമാൻഡുള്ള ലൈറ്റ് ആണ്. ഇത് അത്യാവശ്യം പുതിയ വെറൈറ്റി ആണ് മാർക്കറ്റില്. പുതിയ വെറൈറ്റി ഇറങ്ങിയതല്ലേ? അതെ അതെ. സ്റ്റേബിൾ ആയിട്ടില്ലല്ലേ? അത് സ്റ്റേബിൾ ആയിട്ടാണ്. സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. അതിന് റിബണും ഉണ്ട്, റിബൺ നമ്മളതില് ആവണേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ ഫാമിലി പുതിയ വെറൈറ്റീസ് വരുമ്പോ എന്താ അറിയാപ്പോ? നമ്മള് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നമ്മള് ഷെയർ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് ഡാർക്ക് ഫിൻ അക്വാ ഫാം എന്ന് പറഞ്ഞ നമ്മളെ പേജ് ഉണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് അപ്ഡേഷൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ലിങ്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരുപാട് വെറൈറ്റി നോക്കില്ലേ? 45-48 വെറൈറ്റി നോക്കി. അപ്പൊ എങ്ങനെ ഇവിടെ വന്ന് പഠിക്കാൻ പറ്റില്ലേ? ഇവിടെ വരുന്നവർക്ക് ജസ്റ്റ് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഡാർക്ക് ഫിൻ അക്വാ ഫാം? അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഗപ്പികൾ നമ്മൾ ക്ലാസ് എടുത്ത് കാണിച്ചു. ഇനി ഒരുപാട് കാണിക്കാറുണ്ട്, പക്ഷെ അത് ആളുകൾക്കത് മുഷ്പുണ്ടാക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ വളരെ കുറച്ച് നിർത്തിയത്. അപ്പോൾ ഇനിയും ഗപ്പികൾ ഇനിയും കൊണ്ടാണ്ടി പുതിയ വരുന്നതിനനുസരിച്ച് നമ്മള് നല്ല 100 അല്ല, അത്ര വെറൈറ്റി നമുക്ക് നോക്കിയെത്തില്ല. ഇതന്നെ നോക്കിയെത്താൻ ഒരുപാട് പാടാണ്. എത്ര ഇപ്പൊ മൊത്തത്തെ ടാങ്കായി ഇവിടെ? ടാങ്കുകൾ 40 എണ്ണം, പിന്നെ അക്വേറിയം ഒരു 60 എണ്ണം. അക്വേറിയം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതെ അതെ, അത് വീട്ടിലാണ്. അതെ, അതിലും ഗപ്പികളല്ലേ? അതെ അതെ, അത് പുതിയ വെറൈറ്റി നമ്മള് അക്വേറിയത്തിൽ നിന്നാണ് ഇങ്ങോട്ട് അവിടെ ആദ്യം ക്വാറന്റൈൻ ചെയ്യണ മാതിരി, എന്നിട്ട് ഇവിടെ കൊണ്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ഈ ഫാം? അടിപൊളിയായിട്ടില്ല? വന്നത്തെ കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ബൈ.